ഇതെല്ലാം എങ്ങനെ ആക്കണ്ട്? ഒരാൾക്ക് പൊരിക്കണം, ഒരാൾക്ക് തേങ്ങ അരച്ച് വെക്കണം, ഒരാൾക്ക് വറ്റിച്ച് വെക്കണം. എന്നാ പിന്നെ വന്നിട്ട് പറയും അതുമില്ല. നീ എന്നാ ഇങ്ങനെ പിറുപിറുത്തോടക്കുന്ന? പിറുപിറുക്കാണ്ട് പിന്നെ എന്നാ വേണ്ട? ഇതാ നിങ്ങളെ നങ്കും നത്തലൂടെ മുറിച്ച് വെച്ചിട്ട് ഇതെന്നാ ആക്കണ്ട്? ഓ അതാണ് നത്തലെടുത്തിട്ട് പൊരിച്ചോ, മാന്തെടുത്തിട്ട് വറ്റിച്ചു വെച്ചോ. ഇത് അച്ഛൻ കുറച്ച് ചേമ്പ് തന്നിനെ, അപ്പേ ഇല്ലു. നല്ല കറിവേപ്പില ഫ്രഷ്. കുറച്ച് മുളക് പൊടിയില്ലേ, കാശ്മീരി മസാല ആക്കാൻ വേണ്ടിട്ടല്ലേ. മഞ്ഞപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇട്. നമ്മുടെ മീനിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഉപ്പ് പൊടിയുപ്പാണ്, പൊടിയുപ്പില്ല, കല്ലുപ്പാണ്. ആ കല്ലുപ്പായാലും പ്രശ്നമൊന്നുമില്ല. ഈ രണ്ടും ഇതേലും മസാല കുരുമുളകില്ലേ, കുരുമുളകുണ്ട്. അത് അലിയില്ല, അത് മറ്റേ ഇട്ട് അടിച്ചല്ലോ. കുരുമുളക് ഇത് രണ്ടിനേക്കുള്ള മസാലയായ. അല്ലാതെ ഇവിടെ തട്ടിക്കൂട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല. സിമ്പിൾ മസാല, എല്ലാ സാധനവും ഇട്ടിട്ട് കയ്പാക്കാനാ. കുറച്ചിട്ടെ വേണ്ട, അച്ഛനൊന്ന്, മോനൊന്ന്, അമ്മക്കൊന്ന്. ഇതിലിട്ടാ പെരക്കി വെച്ച നമ്മളെ നത്തലിന് മസാല പിടിപ്പിച്ചു നോക്ക. കളറില്ല, കുരുമുളക് ഇട്ടിട്ടാണ്. കുരുമുളക് ഇട്ടാ പിന്നെ കളർ ഉണ്ടാവുക, പൊരിക്കുമ്പം വരും. പുറത്തേക്കതാ പോയിട്ടൊന്നു. അപ്പം നമ്മൾ നങ്ക് വറ്റിച്ചിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു അരമുറി സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് അല്ലേ. അപ്പോൾ നമ്മുടെ മസാല നേരത്തെ മസാല തന്നെയാണ്. അതിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുക. ഒരു 2 കറിവേപ്പില. നീ എന്നാ നേരത്തെ പറഞ്ഞു? മീനായ മീനല്ല, നങ്കിന്റെ പുറത്ത്. അതന്നെ, നീ അത്രയും പാവാ. അത് 15 ഇതാ നമ്മളെ പുളിവെള്ളം. അതിനു മുമ്പ് ഇത് ഇട്ടിട്ടൊന്ന് പെരക്കി വെക്കാം അല്ലേ, മസാല ഒന്ന് പിടിക്കട്ടെ. മാന്ത, നമ്മളിങ്ങോട്ട് അധികം മാന്താന്ന് പറയല്. നമ്മളിങ്ങോട്ട് മാന്താന്ന് പറയല്. കണ്ടങ്ങാളി മാന്ത പറയുന്നവരും ഉണ്ട്, പക്ഷെ നമ്മള് നങ്ക് പറയും. കടലിൽ അടിയിൽ കിടക്കുന്ന നല്ല ടേസ്റ്റിന് മീനാണ്. പുളിവെള്ളം അല്ലേ കേട്ടാ, ഉപ്പിട്ടിട്ടാണ്. നമ്മളെ പുളിവെള്ളാണേ. ആ നമ്മളീ മസാല ഇട്ടിട്ടല്ലേ. നേരത്തെ തന്നെ വിളിച്ചേ, എന്നിട്ട് എന്തിനാ കറി വെക്കുന്നു? ഞാൻ പറഞ്ഞ നങ്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ എത്ര കാലായി കൂട്ടാത്തത്. ഒരാൾക്കൊരു രുചിയല്ലേ, നമ്മളെ പോലെ തന്നെ. അപ്പൊ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്, വറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി പുളിവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ടും അങ്ങനെ സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് പരിപാടി നോക്കട്ടെ. വേറെ എന്നാ കറി? പുളിശ്ശേരി ആക്കിയിട്ടുണ്ടേ. കുമ്പളങ്ങ, നല്ല അടിപൊളി കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ കിട്ടീനി, കുമ്പളങ്ങ പുളിശ്ശേരി. വേഗം നോക്കി, ഇപ്പൊ സമയം. നത്തല പൊരിക്കാൻ വേണ്ടിയിട്ട് കല്ല് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി, നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ നത്തല് വിതറിയിരിക്കും. അപ്പൊ നമ്മുടെ മാന്ത ഏകദേശം ഇടുന്നത് റെഡി ആവുന്നുണ്ട്. ആയാ നത്തലിപ്പുറത്തുനിന്ന് റെഡി ആവുന്നുണ്ട്.
നല്ല സ്മെല്ല് കേട്ടോ മത്തലിന്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പാങ്ങാക്കാൻ പറ്റുന്ന മീനാണ് അല്ലേ. അതുകൊണ്ടാണ് ഇത് വാങ്ങിന് കേട്ടാ. വെലിക്കണപ്പ അത് അത്ര വലിയ പണിയൊന്നും ഉണ്ടാ. ഭാര്യനെ ബുദ്ധിമുട്ടിക്കേണ്ട വിധിച്ചിട്ട് വാങ്ങിയതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 മീൻ. മുമ്പൊരിക്കല് പുഴമാന്ത കൊണ്ടതന്നെ. പുഴമാന്ത ഇവള് കൈ കൊണ്ട് തൊട്ടിട്ട. അത് ഭയങ്കര അത് പണിയൊന്നുമില്ല കേട്ടോ. അത് പഠിച്ചവർക്ക് എളുപ്പമാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിയത് കേട്ടാ. നല്ല ടേസ്റ്റിലെ മീനാണ്. കണ്ടോ അല്ല വാങ്ങിക്കോ. പുഴമാന്ത പാങ്ങാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. പശ പറഞ്ഞാൽ അത് അതിന്റെ 2 സൈഡിൽ നിന്ന് കുറച്ച് തോല് പൊളിക്കണം. നല്ല ടേസ്റ്റാണ്. ഈ മാന്തേനെക്കാട്ടിയും ടേസ്റ്റാണ് അത് കേട്ടാ. ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇതിനെക്കാട്ടിയും ടേസ്റ്റാണ് പുഴമാന്ത. ഒരിക്കലും കേട്ടാ. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കാണാതെ അവരൊന്ന് കണ്ടോ. ഇത് റെഡി ചെയ്യാ. മറിച്ചിടാ. പൊരിഞ്ഞിതാവണ്ട. പൊരിഞ്ഞ് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തണ്ടായ രുചി നഷ്ടപ്പെടും. കണക്ക് അധികം പൊരിയുന്ന ഇഷ്ടമല്ല. എന്നാ പച്ചാപാലം പറയില്ല. മീൻ പറഞ്ഞാൽ അത് അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടണം. മസാല കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ രുചി മസാലയിൽ മൊത്തമായി പോകും. ഓരോ മീനും ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ. ഓരോ മീനും മത്തിയുടെ ടേസ്റ്റ് ആയിക്കോട്ടെ അതിലെ ടേസ്റ്റ് ആയിക്കോട്ടെ മത്തിക്ക്. മാതയുടെ ടേസ്റ്റ് ആയിക്കോട്ടെ ബാക്കിയിലെ മീൻ. അങ്ങനെ ഓരോ മീനും ഓരോ രുചിയുണ്ട്. അതെ, അത് കൃത്യമായി കിട്ടണമെങ്കിൽ മസാല കൂടി പോകാൻ പാടില്ല. അപ്പൊ നമ്മുടെ മാന്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പച്ച വെളിച്ചെണ്ണ കൂടെ ഇരിക്കുന്നുണ്ട്. പച്ചക്കുപ്പിയിൽ നമ്മളെ വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ പറയുന്നത് നമ്മളിവിടുത്തെ പൊതുവെ ഇതാണ് വെളിച്ചെണ്ണ. നമ്മൾ ഊറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി. ഇത് ഏകദേശം റെഡിയായി അല്ലേ. നമ്മളെ പുളിശ്ശേരി റെഡി ആയില്ലേ. റെഡി ആയില്ലേ. അതെയാ. പിന്നെ വേഗം നോക്കി അച്ഛനോട്ട് കൊടുക്കണ്ടേ. ഇതെന്നെ കൊണ്ട് കൊടുക്കല്ലേ വേഗം. ഇത് 2 കൊടുക്കാം. പുളിശ്ശേരി അച്ഛന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഇത് വേഗം നമ്മൾ കൊണ്ട് കൊടുക്കട്ടെ. അച്ഛൻ നമുക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായി അല്ലേ. പിന്നെ നമുക്ക് സമാധാനത്തിൽ ഫുഡ് കഴിക്കാം. വെറ്റിച്ചോണ്ട് അത്ര ഇരിക്കൂല. ചാറൊന്നുമില്ല. അച്ഛൻ ചാറാ ചോദിക്കല്. പൊരിച്ചത് അച്ഛൻ കൂട്ടൂല അല്ലേ. ഇതായോണ്ട് ചിലപ്പോൾ കൂട്ടുമായിരിക്കും. വലിയ മീനൊന്നും പൊരിച്ച അച്ഛൻ കൂട്ടൂല. നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കടമ അല്ലേ. അച്ഛൻ പണിയെടുക്കുന്നത് അച്ഛാ ചോറ് വെച്ചിട്ടല്ല കറിയതാ. അമ്മ കുളിയെല്ലാം കഴിഞ്ഞു പോകുന്നല്ലോ അല്ലേ. കുളിച്ചു വാ. ചോറ് കഴിക്കാനായില്ലേ. അച്ഛ ഇവിടെന്ന് കത്തിക്കുന്നത് ഇടുന്ന അടുപ്പിലെന്നാണ്. ചൂടുവെള്ള കുടിക്കാനാ. കുളിക്കണ്ടേ. തീ കളയാണ്ട് കംപ്ലീറ്റ് അല്ലേ. അച്ഛനോട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലത്തെ മോരാച്ച മോരാ. എന്താ നല്ല മോരിയുടെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. കാന്താരിയും ഉണ്ട്. അതൊന്നും കടലക്കറിയാ. നല്ല മസാലക്കറിയാ. അടിപൊളി. മാന്തയാണ്. മാന്ത വറ്റിച്ചതാണ്. മാന്തയില്ലേ വറ്റിച്ചത്. അത്ര ഇല്ല, കുറച്ച് മതി.
കഴിച്ചോ? മാന്തള രസമുണ്ടെന്നാ അത്രേ കിട്ടുന്നില്ല. 100 രൂപയ്ക്ക് അത്രേ കിട്ടുന്നില്ലു. രസമുണ്ടോ സാർ? നല്ല രസമുണ്ട്. എന്താ ഇത് മത്തിയാ. നത്തലി വലിയ തന്നെ നല്ല തന്നെ. അല്ല തന്നെയാ? ആ ഇത് ഇങ്ങോട്ടാണ് ഇങ്ങനെ തന്നെ നല്ലത്. ആ മുള്ളോട് കടിച്ച് തിന്നമ്മേ. അത് നല്ലതാ മുള്ളു. അതിന്റെ കാൽസ്യല്ലേ? അങ്ങനത്തെ മുള്ളു തിന്നാ അത് കുറച്ച് വലിയ നത്തലായി, കുറച്ച് ചെറുതാണ്. ചെറുത് അതിന് മുള്ളെല്ലാം കടിച്ച് തിന്നു. അമ്മ ഇഷ്ടന്നപ്പ ഞാൻ പറഞ്ഞു. നേരത്തെ താറ്റ ഓക്കെ. നമുക്ക് നല്ല പറ്റി എന്നാ കഴിച്ചോ? കഴിക്കും. അപ്പോൾ ഇന്നത്തെ ചോറ് നമ്മി കഴിക്കലേ. കുമ്പളങ്ങ പുളിശ്ശേരി, നത്തള് വറവ്, മാന്ത വെറ്റിച്ചത്, മാന്തപ്പസ് നങ്ക്. ഇത് തറവാട്ടിൽ നിന്ന് ശേഷം കടൽക്കറി കിട്ടിയതാണ് അല്ലേ? അപ്പൊ അച്ചാറും എത്തിയിട്ടുണ്ട്. നമ്മളെ കഴിക്കലായില്ലേ? ആദ്യം നീന കഴിച്ചോ? കഴിച്ചോ? കടല മസാല കുറച്ച് ഉപ്പാണ്. പൂർവ അപ്പം ഞാനും കഴിക്കാം. ആദ്യം നമ്മുടെ പുളിശ്ശേരി, കുമ്പളങ്ങ പുളിശ്ശേരി, 2 നത്തലി, മാന്ത, കുറച്ചും കൂടി ബില്ല മാന്ത ആയിരിക്കണം. ഉപ്പൂർവാണ്. തറവാട്ടിലെ കറി, കടലക്കറി. രാത്രി കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുമ്പിലെ എല്ലാം വേറെ വീട്ടിൽ നിന്ന് കറി കിട്ടിയ എല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അല്ല ഇപ്പൊ അങ്ങനെയാ. അരുവത്തെ വീട്ടിൽ നിന്ന് കറി തരുമ്പം ഒന്ന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പണ്ടത്തെ തങ്കമ്മേന്റെ പുളിശ്ശേരി ഒരു പൊടിയേ ഉപ്പ് കുറഞ്ഞു പോയി. അതിനോ നോക്കാൻ പറഞ്ഞിട്ടാണ്. അച്ഛനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മറ്റേ ഉപ്പ് അധികം ഇടല്, ഉപ്പ് കുറഞ്ഞു. ഈനുമില്ല കുഴപ്പമില്ല. ഇതിലാകുമ്പോൾ വെള്ളം ഒഴിച്ചില്ലേ, പുളിവെള്ളം, ഉപ്പ് കുറെ കുറഞ്ഞില്ലേ അതിന്റെ. ഇപ്പൊ ചോറിനും കഴിച്ചു. ഇനി കുറച്ച് പ്രഥമൻ കഴിക്കാം. ഇത് നമ്മൾ ഈടി ഉണ്ടാക്കിയതല്ലേ? നമ്മളെ ക്ലബിന്റെ വകയായിട്ട് കൊണ്ടു തന്നെയാണ് അല്ലേ? പായസ ചലഞ്ച് ഉണ്ടായിന്, അവർ കൊണ്ടു തന്നെയാണ്. നമ്മൾ നെല്ലൂട്ടിനുള്ള കുഞ്ഞുങ്ങൾ അല്ലേ? പ്രഥമന നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമായി പ്രഥമൻ. മറ്റേ പാൽപ്പായസം വലിയ ഇഷ്ടമൊന്നുമില്ല. ഒന്ന് കഴിക്കട്ടെ. ഓക്കെ.